വിലാപങ്ങൾ 3-ാം അധ്യായം 1 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ അവൻ്റെ കോപത്തിൻ്റെ വടികൊണ്ട് കഷ്ടം കണ്ട പുരുഷനാകുന്നു. അവൻ എന്നെ വെളിച്ചത്തിലല്ല ഇരുട്ടിലത്രേ നടത്തിക്കൊണ്ട് പോന്നിരിക്കുന്നത്. അതെ, അവൻ ഇടവിടാതെ പിന്നെയും പിന്നെയും തൻ്റെ കൈ എൻ്റെ നേരെ തിരിക്കുന്നു. എൻ്റെ മാംസത്തെയും ത്വക്കിനെയും അവൻ ജീർണമാക്കി എൻ്റെ അസ്ഥികളെ തകർത്തിരിക്കുന്നു. അവൻ എൻ്റെ നേരെ പണിതു, നഞ്ചും പ്രയാസവും എന്നെ ചുറ്റുമാറാക്കിയിരിക്കുന്നു. ശാശ്വത മൃതന്മാരെ പോലെ അവൻ എന്നെ ഇരുട്ടിൽ പാർപ്പിച്ചിരിക്കുന്നു. പുറത്തു പോകുവാൻ കഴിയാതെ വണ്ണം അവൻ എന്നെ വേലി കെട്ടിയടച്ച് എൻ്റെ ചങ്ങലയെ ഭാരമാക്കിയിരിക്കുന്നു. ഞാൻ കൂകി നിലവിളിച്ചാലും അവൻ എൻ്റെ പ്രാർത്ഥന തടുത്തുകളയുന്നു. വെട്ടുകല്ലുകൊണ്ട് അവൻ എൻ്റെ വഴി അടച്ച് എൻ്റെ പാതകളെ വികടമാക്കിയിരിക്കുന്നു. അവൻ എനിക്ക് പതിയിരിക്കുന്ന കരടിയെപ്പോലെയും മറഞ്ഞു നിൽക്കുന്ന സിംഹത്തെ പോലെയും ആകുന്നു. അവൻ എൻ്റെ വഴികളെ തെറ്റിച്ച് എന്നെ കടിച്ചു കീറി ശൂന്യമാക്കിയിരിക്കുന്നു. അവൻ വില്ലുകുലച്ച് എന്നെ അമ്പിനിലാക്കാക്കിയിരിക്കുന്നു. അവൻ തൻ്റെ പൂണിയിലെ അമ്പുകളെ എൻ്റെ അന്തരംഗങ്ങളിൽ തർപ്പിച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ സർവ്വജനത്തിനും പരിഹാസവും ഇടവിടാതെ അവരുടെ പാട്ടുമായി തീർന്നിരിക്കുന്നു. അവൻ എന്നെ കയ്പുകൊണ്ട് നിറച്ച് കാഞ്ഞിരം കൊണ്ട് മത്തുപിടിപ്പിച്ചിരിക്കുന്നു. അവൻ കല്ലുകൊണ്ട് എൻ്റെ പല്ല് തകർത്ത് എന്നെ വെണ്ണീരിൽ ഇട്ടുരുട്ടിയിരിക്കുന്നു. നീ എൻ്റെ പ്രാണനെ സമാധാനത്തിൽ നിന്ന് നീക്കി ഞാൻ സുഖം മറന്നിരിക്കുന്നു. എൻ്റെ മഹത്വവും യഹോവയെങ്കിലുള്ള എൻ്റെ പ്രത്യാശയും പൊയ്പോയല്ലോ എന്ന് ഞാൻ പറഞ്ഞു. നീ എൻ്റെ കഷ്ടതയും അരിഷ്ടതയും കാഞ്ഞിരവും കയ്പും ഓർക്കേണമേ. എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ എപ്പോഴും അവയെ ഓർത്ത് ഉരുകിയിരിക്കുന്നു. ഇത് ഞാൻ ഓർക്കും, അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കും. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയ ആകുന്നു. അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. യഹോവ എൻ്റെ ഓഹരി എന്ന് എൻ്റെ ഉള്ളം പറയുന്നു. അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശ വയ്ക്കുന്നു. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവനും യഹോവ നല്ലവൻ. യഹോവയുടെ രക്ഷയ്ക്കായി മിണ്ടാതെ കാത്തിരിക്കുന്നത് നല്ലത്. ബാല്യത്തിൽ നുകം ചുമക്കുന്നത് ഒരു പുരുഷന് നല്ലത്. അവനത് അവൻ്റെ മേൽ വെച്ചിരിക്കൊണ്ട് അവൻ തനിച്ച് മൗനമായിരിക്കട്ടെ. അവൻ തൻ്റെ മുഖത്തെ പൊടിയോളം താഴ്ത്തട്ടെ. പക്ഷേ പ്രത്യാശ ശേഷിക്കും. തന്നെ അടിക്കുന്നവന് അവൻ കവിൾ കാണിക്കട്ടെ. അവൻ വേണ്ടുവോളം നിന്ന അനുഭവിക്കട്ടെ. കർത്താവ് എന്നേക്കും തള്ളിക്കളകയില്ലല്ലോ. അവൻ ദുഃഖിപ്പിച്ചാലും തൻ്റെ മഹാദയയ്ക്കൊത്തവണ്ണം അവന് കരുണ തോന്നും. മനസ്സോടെയല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിച്ച് വ്യസനിപ്പിക്കുന്നത്.